വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. കോൺഗ്രസ് അകലം പാലിക്കുന്നതിനിടെ ശശി തരൂരിന് വേദിയൊരുക്കി ക്രൈസ്തവ സഭകൾ. കത്തോലിക്ക സഭയിലെ പാലാരൂപതയും CSI മധ്യ കേരള മഹാ ഇടവകയുമാണ് തരൂരിന് വേദി നൽകിയത്. ഇന്ന് പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ തരൂർ പങ്കെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ പ്രത്യേകത. CSI മധ്യ കേരള സഭയുടെ മഹാ ഇടവക ദിനാഘോഷം തരൂരാണ് ഉദ്ഘാടനം ചെയ്തത്. രണ്ട് സഭാ സ്ഥാപനങ്ങളിലെ പരിപാടികളിലും ഇന്നലെ തരൂർ പങ്കെടുത്തു. ഏറെക്കാലത്തിനു ശേഷം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ശശി തരൂരും പാലാരൂപതയുടെ വേദിയിൽ ഇന്ന് ഒരുമിച്ചെത്തും. ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, തരൂർ ഇന്ന് കോൺഗ്രസിന് എത്രത്തോളം അഭിമതനാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. തുടർച്ചയായി മോദി സ്തുതികളിലൂടെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന പലവിധ നിലപാടുകൾ പ്രശംസിച്ച് അങ്ങനെ കോൺഗ്രസിൽ നിന്ന് അകന്നകന്നു പോകുന്ന ഒരു നേതാവായി തരൂർ മാറുന്ന പശ്ചാത്തലമാണ്. അവിടെയാണ് കേരളത്തിൽ തൻ്റെതായ ഒരു സ്പേസ് തരൂർ സൃഷ്ടിക്കുന്നത്. ആ സ്പേസ് പണ്ടേ തരൂരിനുണ്ട്, നമുക്കറിയാം. കോൺഗ്രസ് വിട്ട് തരൂർ പോവുക എന്നുള്ളത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത് അത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണോ തരൂർ, അതോ തരൂരിന്റെ ഇപ്പോഴത്തെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണോ ക്രിസ്ത്യൻ സഭകൾ? രഞ്ജിത്ത്, അത് കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് തരൂരിന്റെ നീക്കം, അല്ലെങ്കിൽ സഭകൾ ഇതിനെങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, നേരത്തെയും ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വിവിധ രൂപതകൾ ഒരു സമയത്ത് ഏതാണ്ട് ഒരു വർഷം മുൻപ് തരൂരിനെ ഒരു പരിധിവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സമയത്ത് വലിയ രീതിയിൽ ഈ സഭാസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചൊരു നീക്കം തരൂർ നടത്തിയതാണ്. അന്നാണ് മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വൈരങ്ങളെല്ലാം മറന്ന് ശശി തരൂരിനെ NSSലേക്ക് വിളിക്കുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനം സന്ദർശിക്കുക, കാഞ്ഞിരപ്പള്ളി ആസ്ഥാനം സന്ദർശിക്കുക, ഓർത്തഡോക്സ് സഭ ആസ്ഥാനം സന്ദർശിക്കുക, അങ്ങനെ ഒരു നീക്കം അന്ന് തരൂർ നടത്തിയിരുന്നു. അന്ന് തരൂരിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഫലത്തിൽ നടക്കുന്നത് എന്ന ചർച്ചകളായിരുന്നു നടന്നത്. ഇന്നിപ്പോൾ തരൂർ ഒരു പ്രതിസന്ധിയിലാണ്. ഫലത്തിൽ കോൺഗ്രസിൻ്റെതായ ഒരു വേദി തരൂരിന് കേരളത്തിൽ കിട്ടാനില്ല. പല നേതാക്കളും കെ മുരളീധരനെ പോലെയുള്ളവർ തരൂരിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വരുന്നു. തിരുവനന്തപുരം, എറണാകുളം DCCകൾ ഫലത്തിൽ തരൂരിനെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. ആ നിലയിലൊക്കെ മുന്നോട്ട് പോകുന്നു. തരൂർ ഫലത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് തരൂരിന് വേദികൾ ഇത്രയധികം ഉണ്ടാകുന്നത്. അതും കോട്ടയത്താണ്. നേരത്തെയും കോട്ടയമായിരുന്നു ഇത്തരം നീക്കങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമായി മാറിയത്. ഇന്നലെ CSI സഭയുടെ മധ്യ കേരള മഹാ ഇടവക സമ്മേളനം, ഒപ്പം തന്നെ CMS കോളേജിലെ പരിപാടി, ഗിരിദീപം പരിപാടികൾ, ഗിരിദീപം കൂട്ടായ്മയുണ്ട്, അച്ഛന്മാരുടെ കൂട്ടായ്മ, അതിന്റെ ഭാഗമായിട്ടുള്ള സ്കൂളിലെ പരിപാടികൾ. അതിന് പുറമെയാണ് ഇന്ന് പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ ശശി തരൂർ എത്തുന്നത് എന്നുള്ളതാണ്. അതിൽ കൗതുകകരമായിട്ടുള്ളത്, ഇന്ന് ഏറെക്കാലത്തിന് ശേഷം സണ്ണി ജോസഫും ശശി തരൂരും വേദി പങ്കിടുന്നു എന്നുള്ളതാണ്. അവിടെയും ശശി തരൂർ VIP ആകുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ പ്രോട്ടോകോളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആയിരിക്കും കുറച്ചുകൂടി ഒരു പരിധിവരെ സ്ഥാനം ലഭിക്കേണ്ടത്. പക്ഷേ ജോർജ് കുര്യൻ 6 മിനിറ്റാണ് സംസാരിക്കുക, ശശി തരൂരിന് 10 മിനിറ്റാണ്. ജോസ് കെ മാണി 3 മിനിറ്റ്, PC ജോർജ് 3 മിനിറ്റ്, മാണി C കാപ്പൻ 3 മിനിറ്റ്, അങ്ങനെയൊക്കെയാണ്. സണ്ണി ജോസഫ് 3 മിനിറ്റ്. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അവിടെ 10 മിനിറ്റ് ശശി തരൂരിന് അനുവദിച്ചുകൊണ്ട് തരൂർ ഒരു VIP ആയി മാറുന്നു സഭയുടെ പരിപാടികൾ. തീർച്ചയായും ഇതിൽ ഇത്തരം വേദികൾ തരൂരിനെ വളരെ കാര്യമായി, സഭ എത്രത്തോളം കാര്യമായാണ് തരൂരിനെ കാണുന്നത് എന്ന സന്ദേശമാണ് ഫലത്തിൽ നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പല ക്രൈസ്തവ സംഘടനാ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചത് തരൂരിനൊരു പ്രാധാന്യമുണ്ട്, തരൂരിനെ അങ്ങനെ അവഗണിക്കപ്പെടേണ്ട ആളല്ല എന്നൊരു ചിന്ത അവർക്കിടയിലുണ്ട്. ഒരുപക്ഷെ സഭ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു സന്ദേശം ഫലത്തിൽ കോൺഗ്രസിന് കൂടി നൽകുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീത്ത് പറഞ്ഞ ഒരു പ്രധാന പോയിന്റിലേക്ക് തന്നെ നമുക്ക് വരണം. കാരണം കേരളത്തിൽ ഇപ്പോൾ തരൂരിന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട്, സ്വന്തം പാർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ വേദികളില്ല. കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ തരൂരിനെ കണ്ടിട്ട് നമ്മളിപ്പോൾ എത്രയോ കാലങ്ങളായി. മുരളീധരനും ഉണ്ണിത്താനുമൊക്കെ തരൂരിനെ പാർട്ടി വേദികളിൽ ഇരുത്തരുതെന്നും പാർട്ടിയുടെ പല പരിപാടികളിലും ക്ഷണിക്കരുതും എന്നും തുടർച്ചയായി ആവശ്യപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സമീപകാലത്തായി തരൂർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടും നമുക്കറിയാം. സമീപകാലത്ത് ക്രിസ്ത്യൻ സഭകൾ കോൺഗ്രസിൽ നിന്ന് എത്രത്തോളം അകന്നു എന്ന് നമുക്കറിയാം. മുന്നണികൾ, കേരളത്തിലെ പ്രബലരായ 2 മുന്നണികൾക്കെതിരെയും പല അഭിപ്രായങ്ങളും പങ്കുവച്ച് വൈദിക ശ്രേഷ്ഠന്മാരടക്കം പറയുന്ന പശ്ചാത്തലമുണ്ട്. അവർ തങ്ങളുടെ വേദനകൾ കേൾക്കാൻ ആരുമില്ല എന്ന് പറയുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയാണ് തരൂർ എന്ന കോൺഗ്രസിനോട് കലഹിച്ച്
BJP-യോട് ഒരുപക്ഷെ മോദിയോടൊക്കെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരാൾക്ക് ഇത്രയധികം വേദികൾ നൽകുന്നത് അത് കോൺഗ്രസ് പാർട്ടിയെ ചൊടിപ്പിക്കുമെന്ന കാര്യം കൃത്യമായി സഭകൾക്കറിയാം താനും. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് തരൂരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സന്ദേശം കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നൽകുക എന്ന സൂചന കൂടി ഇതിലൂടെ സഭകൾ കാണുന്നുണ്ടാകുമല്ലോ സ്വാഭാവികമായും. തീർച്ചയായും അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും രഞ്ജിത്ത്. അതിൽ യാതൊരു സംശയമില്ല. നോക്കൂ, ഇതിലും ഉന്നതരായ പല നേതാക്കളെയും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ പാലാ രൂപത പോലെ ഒരു രൂപത വിചാരിച്ചാൽ എത്തിക്കാവുന്നതേ ഉള്ളൂ, അത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തരൂര് അവഗണിക്കപ്പെടുന്നു കേരളത്തിലെ കോൺഗ്രസിൽ എന്ന നിലയുണ്ടാകുന്ന ഒരു സമയത്ത് അവഗണിക്കപ്പെടേണ്ട ആളല്ല തരൂർ എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഫലത്തിൽ ഈ ഒരു പരിപാടിയുടെ ആകെയുള്ള പരിപാടി. അതായത് ഇതിൽ കൂടുതൽ ഇനി കൂടുതൽ സമയം സംസാരിക്കുന്നത് ഒന്ന് തട്ടിൽ പിതാവാണ്. അതായത് പിന്നെ സഭ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനാണ് സംസാരിക്കുന്നത് 15 മിനിറ്റ്, മറ്റൊരാൾ 10 മിനിറ്റ് സംസാരിക്കും. ബാക്കി എല്ലാവർക്കും മറ്റ് സഭ ഇപ്പോൾ യാക്കോബായ സഭ അധ്യക്ഷന് പോലും 6 മിനിറ്റ് ആണ് ഉള്ളത്. അങ്ങനെയൊക്കെയാണ് ഈ പരിപാടി വളരെ ആസൂത്രിതമായി ഫലത്തിൽ കൃത്യ സമയനിഷ്ഠയോടുകൂടി പോകാനുള്ള ഒരു നിലയിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അവിടെയാണ് തരൂർ എത്തുന്നത് എന്നുള്ളതാണ്, തരൂരിന് വേദി കൊടുക്കുന്നത് സഭ എന്നുള്ളതാണ്. തരൂരിന് വേദി കിട്ടാതെ കേരളത്തിൽ നടക്കുമ്പോൾ ഇന്നലെ CMS കോളേജിൽ നടന്ന പരിപാടിയിൽ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഫലത്തിൽ തരൂരിനോട്. ആ ഒരു ആംഗിളായിരുന്നു ഫലത്തിൽ ഇന്നലത്തെ ഒരു ടോക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ കൃത്യമായി വളരെ നിഷ്കളങ്കമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം സഭാ പരിപാടികളിലെ നേരത്തെയും പങ്കെടുത്തിട്ടില്ലേ എന്ന് തോന്നും. പക്ഷേ ഇപ്പോഴത്തെ ശശി തരൂരിന്റെ നിലപാടുകൾ കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നത് മോദി സ്തുതി അടക്കമുള്ള സമയത്ത് തരൂരിനെ ഒപ്പം ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി നമുക്ക് എന്തായാലും നിലവിൽ കാണാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് തരൂരിന്റെ BJP പ്രവേശനത്തിലേക്കുള്ള സാധ്യതകളുടെ ഭാഗമായാണോ എടുത്തത് എന്നൊക്കെയുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും രഞ്ജിത്ത്. ഒപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ പാലാ രൂപതയുടെ പരിപാടിയാണ്. പാലാ രൂപതയുടെ പരിപാടിയിൽ ഇന്ന് ഒരുമിച്ചെത്തുന്നത് സണ്ണി ജോസഫും ശശി തരൂരുമാണ്. സഭകളുടെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കുന്നതിലൂടെ സമീപകാലത്ത് തങ്ങളിൽ നിന്ന് അകന്ന ക്രിസ്ത്യൻ സമുദായത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ കുറച്ചുകൂടി നടിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ദീർഘകാലമായി നമുക്കറിയാം. കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം ഒക്കെ ആയിരുന്നു സഭകൾ. പലവിധ സംഭവവികാസങ്ങളും സഭകളെ അകറ്റിയ പശ്ചാത്തലമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏതാണ്ട് ഒന്ന് ഫലം ചെയ്ത പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അതിനുശേഷം സണ്ണി ജോസഫും തരൂരും ഒരുമിച്ച് വേദി പങ്കിടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അവർക്കും സംസാരിക്കാനുണ്ടാകും. ഒരുപക്ഷെ അവരുടെ ഓരോ ആംഗ്യങ്ങളും അവരുടെ സൗഹൃദങ്ങളും ഒക്കെ ഇത് ചാനലുകൾക്ക് വിരുന്നുമാകും. രഞ്ജിത്ത്, തീർച്ചയായും. കാരണം കുറച്ചു കാലമായി ഇങ്ങനൊരു വേദി പങ്കിടൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൗതുകം നിറഞ്ഞ ആ കാഴ്ചകൾ കൂടി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ നേതാക്കളാണ്, അവർ വളരെ സൗഹൃദപരമായി തന്നെയായിരിക്കും പെരുമാറുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ നമ്മൾ സംസാരിക്കാതെ പോയ ഒരു വിഷയം കൂടിയുള്ളത് തരൂരിനെ കോട്ടയത്തെത്തുമ്പോൾ കോട്ടയത്തിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും തരൂരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. തരൂരിന്റെ ഇത്തരം പരിപാടികൾക്ക് പിന്നിൽ